ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അനുമോളും ബിനുവായിട്ട് പിണങ്ങി എന്ന് പറഞ്ഞ് കുറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു ബിനുവിന്, അത് കൊടുക്കാൻ അനുമോൾ തയ്യാറാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളാണ് പുറത്തു വന്നേക്കുന്നത്. എന്തൊക്കെയായാലും ഇവർ തമ്മിൽ പിരിഞ്ഞതിൽ ഇപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ശൈത്യയും ബിന്നിയും RJ ബിൻസി ഒക്കെയാണ്. ഇനി ബിനു മീഡിയയുടെ PR-നെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന് കള്ളം പറഞ്ഞോ? ആ കള്ളം പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ചെയ്യുന്നത്. ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അനുമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്നതിനും. നമുക്ക് ആരെങ്കിലും GPay അയച്ചതിന്റെ പേജ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിന്റെ മുകളിലും താഴെ നമ്പർ ഉണ്ട്. ഈ പുള്ളി താഴത്തെ മാത്രം നമ്പർ പൊത്തി പിടിച്ചിട്ട് അത് മീഡിയയെ കാണിച്ചു. മുകളിൽ നമ്പർ കിടക്കുവാണ്, അത് അവർ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഒരുപാട് പേര് അനുമോളെ ആ നമ്പറിൽ വിളിച്ചു. ഇതൊരു അങ്ങനത്തെ പെയ്ഡ് PR വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മള് കുറച്ചുകൂടി കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഹെവി PR വർക്കും ചെയ്തിട്ടില്ല. അത് ആരെങ്കിലും ഇത് PR വർക്കാണെന്ന് കൊണ്ടുവന്ന് സംഭവിക്കുന്നത്. ഒരു പ്രോഗ്രാമിൽ മത്സരിക്കുന്ന ഒരാൾക്ക് PR സപ്പോർട്ട് കൊടുക്കാന്ന് പറയുവാണെങ്കിൽ അവർക്ക് മാക്സിമം പബ്ലിക്കിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക. അതായത് പ്രൊമോഷൻ ഒക്കെ ചെയ്ത് അവരെ പബ്ലിക്കിലേക്ക് എത്തിക്കുക. അതാണ് ചെയ്യുന്നത്. അത് PR വർക്ക് തന്നെയാണ്. ഇപ്പൊ അനുമോള് ഒരു പ്രോഗ്രാം വന്നാലും അതിനൊരു സപ്പോർട്ടിന് വേണ്ടി ബിനുവിനെ വിളിക്കുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത്. ബിനു കർമ്മ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില്. എന്താണെന്ന് അറിയില്ല, കാരണം ഇവർ തമ്മിൽ പിണങ്ങിയതിന്റെ ഒരു സൂചന ആയിരിക്കാം ബിനു ഇട്ടത്. പക്ഷെ ബിനു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനി RJ ബിൻസിക്ക് വേണ്ടി പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അങ്ങനെ വേണം പറയാനായിട്ട്. പിന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കണത് ഈ ഇന്റർവ്യൂവിന്റെ കേസാണ്. ആകെ 14 ദിവസം നിന്നുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് ഒരു 10,000 ഇന്റർവ്യൂ കൊടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ, ആരും അങ്ങോട്ട് പോയിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പോകത്തില്ല. എനിക്ക് അങ്ങനെ പോയാലും ആ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇന്റർവ്യൂ ചെയ്യത്തുള്ളൂ. ഇവൻ എന്ത് പൊട്ടത്തരമൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഒരു യോഗ്യത വേണം, അതിനൊരു ക്വാളിറ്റി വേണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. അലൻ ജോസ് പെരേരയൊക്കെ IAS പഠിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ഇടുന്ന നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാത്തത് എന്തിന്? ഈ പറയണ എന്ന ഇന്റർവ്യൂവിന് ആരെങ്കിലും ഒക്കെ വിളിക്കാത്തത് എന്തിന്? ഈ പറയണ എന്ന ഇന്റർവ്യൂവിന് ആരെങ്കിലും ഒക്കെ വിളിക്കാത്തത് നമ്മളെ. എന്റെ പൊന്നു ബ്രോ, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുകയാണ്. ബ്രോ പൊട്ടനാണ്, പൊട്ടനായിട്ട് അഭിനയിക്കുവാണ്. ബ്രോ ഒരു കാര്യം ചെയ്യേ, 10 വീഡിയോ ഇതുപോലെ തന്നെ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇട്. ഇതുപോലെ കുറെ കോമാളി വർത്താനം പറയുവാണെങ്കിൽ ബ്രോയ്ക്ക് RJ ബിൻസിയെക്കാട്ടിലും കൂടുതൽ ഇന്റർവ്യൂ കിട്ടും. ബിക്കോസ് സമയമില്ല. അമ്മാതിരി പ്രോഗ്രാംസും അമ്മാതിരി ഷൂട്ട്സും പ്രൊമോഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് ആളങ്ങ് ബിസി ആവുമല്ലോ. പുള്ളി പറയുന്നത് 14 ദിവസം പോലും നിൽക്കാതെ പുറത്തായ ബിൻസിക്ക് നല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അറിയാവുന്നതാണ്. അതൊന്നും ബിഗ് ബോസിൽ കാണിക്കാൻ പറ്റിയില്ല. ഒരു ഇന്റർവ്യൂ ബിൻസി പറയുന്നത് കേട്ടു, അവിടെ ഉള്ളവർക്കൊന്നും യോഗ്യതയില്ലെന്ന്. ആ യോഗ്യത ഇല്ലാത്തവരുടെ മുമ്പിൽ വെച്ച് ഇതൊന്നും കാണിക്കാനായിട്ട് ബിൻസിക്ക് താല്പര്യമില്ലായിരിക്കും. ബിൻസി ഇതൊക്കെ അബ്ദുൽ കലാമിന്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ടേ കാണിക്കുള്ളൂ. അനിയത്തി അധികം ഞാൻ കണ്ടിട്ടില്ല. ഫാമിലി കംപ്ലീറ്റ് ഇങ്ങനെ സൈബർ അറ്റാക്ക്. ഇതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു ബിഗ് ബോസിൽ പോയി ഒരു 14 ദിവസം നിന്നതാ. നീ ഒരുപാട് അങ്ങോട്ട് ചിന്തിച്ചു പോകണ്ട. അനിയത്തി ആരും ഏറെ കേട്ടിട്ടില്ല. അനിയത്തിയുടെ പേര് പോലും പരാമർശിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒരിടത്തും. എന്തായാലും ഒന്നുകൂടെ പറയാനുള്ളൂ, ഇതൊരു ഗെയിം ഷോ ആണ്. സോ ഗെയിം ഷോയെ ഗെയിം ആയിട്ട് തന്നെ എടുക്കുക, അല്ലാണ്ട്. അതെ, ബിൻസിക്ക് ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിൻസി അനുമോളെ കുറിച്ച് കുറെ കുറ്റം പറയും. അതൊന്നും പേഴ്സണലി ആയിട്ട് നിനക്ക് തോന്നുന്നില്ല, കാരണം നിനക്ക് തോന്നത്തില്ല. ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. ഇപ്പൊ നമുക്കൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആ പോഡ്കാസ്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിനകത്ത് RJ ബിൻസി വന്നിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ഒന്ന് കണ്ടുപോകും. വേണ്ടടേ, RJ ബിൻസി നീയുമായിട്ടുള്ള ബ്രോഡ്കാസ്റ്റ് അല്ലേ, നീ തന്നെ പോയിരുന്നു കണ്ടാൽ മതി. ഞാൻ ഇനി അനുമോളും ശൈത്യയും PR-നെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം കാണിക്കാം. നീ ഇവിടെ വന്നില്ല ഗെയിം കളിക്കാം, ഞാൻ ഗെയിം കളിക്കാനാണ് വന്നില്ല. അങ്ങനെ പൊട്ടിന് ഞാൻ എന്ത് പറയൂ? ഞാൻ അയാൾ ചോദിച്ചതാണ് പറഞ്ഞു, നീ പറഞ്ഞു വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു, നീ എനിക്കൊന്ന് പറഞ്ഞു. അനുമോൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും നീയും മത്സരിക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമോ? ഇല്ലല്ലോ. ഞാൻ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം പറയില്ല. എന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരാളുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ PR ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. മീഡിയയോട് ബിനുവും പറഞ്ഞ ഈ കാര്യമാണ്. പക്ഷെ അനുമോളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷെ സത്യമായിട്ട് പറയണം, അനുമോള് PR കൊടുത്തിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടകത്ത്. ഞാൻ PR ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അനുമോൾ പറഞ്ഞ കാര്യമാണ്. അത് മറന്നുപോയതായിരിക്കാം. അനുമോൾ ഓർത്ത് കാണുകയില്ല PR എന്ന് പറയുവാണെങ്കിൽ ഇത്രയും നെഗറ്റീവ് ഉണ്ടാകുന്നു. പിന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോഴായിരിക്കും അനുമോൾ തിരുത്തിയത്. ബിനു കാരണമാണ് അനുമോൾ ജയിച്ചതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അനുമോൾ ജയിക്കാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എവിക്റ്റ് ആയി പോയി പുറത്തു വന്നവർ അകത്തേക്ക് കയറിയിട്ട് അനുമോളെ ഹരാസ് ചെയ്തു. അതാണ് അനുമോൾ ജയിക്കാനായിട്ടുള്ള പ്രധാന കാരണം. അല്ലാതെ ബിനു അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ബിനുവിനോട് അനുമോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഷോയൊക്കെ കഴിഞ്ഞു, അത് അങ്ങനെ തുടരുന്നത് തന്നെയാണ് നല്ലത്. അനുമോളെയും ബിനുവിനെയും വെച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ അനുമോൾ ഇപ്പൊ എടുത്ത തീരുമാനം തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.